ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ അലീന ചോദ്യം ചോദിക്കുകയാണ് ആൻറ്റോ ചേട്ടനോടും ആൻ്റപ്പ ചേട്ടനോടും പൗലോസ് ചേട്ടനോടും. അപ്പം നാളെ മുതൽ നിങ്ങൾ നേരത്തെ എണീക്കണം, പപ്പയോട് പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അലീന പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ അത് ആൻ്റപ്പ ചേട്ടനല്ല, പൗലോസ് ചേട്ടൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇത് നമുക്ക് പണിയാവും കേട്ടോ എന്നാണ് പൗലോസിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആൻ്റപ്പൻ പറഞ്ഞു, എൻ്റെ പണിക്ക് പ്രശ്നമൊന്നുമില്ല, നിൻ്റെ പണിക്കാണ് പ്രശ്നം എന്ന് പറയുകയാണ്. അതേസമയം നമ്മുടെ ബൈജു, അവിടെ തന്നെ വേറൊരു പണിക്കാരനാണ് ബൈജു, അങ്ങനെ നടന്നു വരുമ്പോൾ അലീനനെ കാണും. അപ്പോൾ അലീനനെ കാണുമ്പോൾ ചോദിക്കും, എന്താ ഇവിടെ കറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കും. കുറച്ചൊരു അനിഷ്ടത്തിലും അധികാരത്തിലുമാണ് അയാൾ ചോദിക്കുന്നത്. അത് ഞാൻ ഈ വീടും പറമ്പൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണെന്ന് അലീന മറുപടി പറയും. അപ്പോൾ ആൻ്റപ്പ ചേട്ടൻ ഇവിടെ ഒന്നും കാണിച്ചു തന്നില്ലായിരുന്നോ എന്ന് ബൈജു തിരിച്ചു ചോദിക്കണം. അപ്പോൾ അലീന പറയും, ഒരു തവണ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദിക്കേണ്ട, അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതാണ് എന്ന് പറയും. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? അപ്പോൾ ബൈജു പറയും, ബൈജു എന്നാണ് എൻ്റെ പേര്. അപ്പോൾ പിന്നെ എന്നെ ചേട്ടനൊന്നും വിളിക്കേണ്ട, എനിക്കധികം പ്രായമൊന്നുമില്ല എന്ന്. അപ്പോൾ അലീന തിരിച്ചു ചോദിക്കുകയാണ്, എന്നേക്കാൾ പ്രായം കുറവാവില്ലല്ലോ, എന്തായാലും പ്രായം കൂടുതലാവില്ലേ, ഞാനൊരു ബഹുമാനം കൊണ്ട് വിളിച്ചതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, അലീന കുഞ്ഞ് മുൻപ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, എന്നെ കുഞ്ഞേന്നൊന്നും കൂട്ടിച്ചേർത്ത് വിളിക്കേണ്ട, അലീന എന്ന് വിളിച്ചാൽ മതി, ഞാൻ മുൻപ് പാലയിലൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ ബൈജു ചോദിക്കും, അവിടെ എന്തൊക്കെ ജോലികളുണ്ടായിരുന്നു? അവിടെ അടിക്കണം, തുടയ്ക്കണം, വീട് വൃത്തിയാക്കണം, പിന്നെ പ്രായമായ ഒരാളുണ്ടായിരുന്നു, അയാളെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു അലീനയും കൂടി സംസാരിച്ചതിന് ശേഷം ബൈജു നമ്മുടെ പൗലോസിൻ്റെ അടുത്ത് പോവാണ്. പൗലോസ് ആണെങ്കിൽ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പം ആൻ്റപ്പൻ പറയും, ആൻ്റപ്പനല്ല, ബൈജു പറയും, പൗലോസേട്ട ആ പെണ്ണ് ഇത്തിരി വശപ്പശകാണ്, ആ പാലാക്കാരൻ ഇവിടെ കൊടുന്നാക്കിയില്ലേ, ആ പാലാക്കാരനും നമ്മുടെ സാറും തമ്മിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ട്, അപ്പോൾ ആ ഒത്തുകളിയുടെ ബാക്കിയായിട്ടാണ് ആ പെങ്കൊച്ചിനെ ഇവിടെ കൊടുന്നാക്കിയിട്ടുള്ളത്. അച്ഛനും മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ, അയാളും അച്ഛനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളും അച്ഛനാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ പൊടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളോടും സാറിൻ്റെ മകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും ആവുമല്ലോ, സൗകര്യം വേണമെങ്കിലും ആവുമല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ പൗലോസ് പറയും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, നമ്മുടെ സാറ് അങ്ങനത്തെ ഒരാളൊന്നുമല്ലല്ലോ എന്ന്. അപ്പോൾ ബൈജു പറയും, നിങ്ങൾ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ അവതക്കുട്ടിച്ചായനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഒന്ന് വിളിച്ച് പറ എന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് ശരിയാണ്, ഒന്ന് വിളിച്ചേക്ക്. അങ്ങനെ അവതക്കുട്ടിച്ചായൻ ഫോൺ ചെയ്യുമ്പോൾ അവതക്കുട്ടിച്ചായൻ പറമ്പിൽ കൃഷിക്കാർക്കായിട്ട് അങ്ങനെ ഓർഡേഴ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഫോൺ റിങ് ചെയ്യണത്. അപ്പോൾ ബൈജു പറയും, അത് കുട്ടിച്ചായ ഞാനാണ് ബൈജു. എന്താടാ നീ ചത്തില്ലായിരുന്നോ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബൈജു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇവിടെ എന്നേക്കാൾ മൂത്ത് 2 പേരുണ്ട്, 2 കൊലകൊമ്പന്മാർ, അവന്മാരൊന്നും വിളിച്ച് പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവതക്കുട്ടിച്ചായനെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയും, ഞാൻ ഇന്ന് തന്നെ വരാടാ എന്ന് പറഞ്ഞിട്ട് അവതക്കുട്ടിച്ചായൻ ദേഷ്യത്തിൽ മീശയൊക്കെ പിരിച്ച് ഫോൺ വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ നെടുമ്പുരയ്ക്കലാണ് കാണിക്കുന്നത്. നെടുമ്പുരയ്ക്കൽ കൃഷ്ണമോളിരുന്ന് പഠിക്കുമ്പോൾ ബബി ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബബി പറയും, എന്താണ് അച്ഛനെ ഇതുവരെ കാണുന്നില്ലല്ലോ, ഇനി ഇന്നും വരുന്നുണ്ടാവില്ലേ? അപ്പോൾ കൃഷ്ണ പറയും, അച്ഛൻ വരാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എന്തായാലും വരുന്നുണ്ടാവുമെന്ന്. പിന്നെ ചേച്ചി അമ്മേൻ്റെ അടുത്ത് വല്ല വാശി പിടിക്കാൻ പോകണ്ട, കാരണം അമ്മയുടെ സ്വഭാവം എന്താണെന്ന് ചേച്ചിക്ക് അറിയണതല്ലേ. ബബി പറയും, ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഞാൻ നല്ല മറുപടി പറയും എന്ന് പറഞ്ഞ് ബബി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലചന്ദ്രൻ്റെ വണ്ടി വരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നതോട് കൂടിയിട്ട് ഇവർ 2 പേരും കൂടി ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ്. അച്ഛാരിയൻ ചേച്ചിയുടെ വീട് എങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയുണ്ട് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാലചന്ദ്രൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ മിണ്ടാതെ നിൽക്കുമ്പോൾ പിള്ളേർ ചോദിക്കും വീണ്ടും, എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്, ഞങ്ങൾ ചോദിച്ചത് കേൾക്കുന്നില്ലേ? ബാലചന്ദ്രൻ പറയും, നിങ്ങളൊന്ന് എന്നെ തുറക്കാൻ സമ്മതിക്കുക, എന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങൾ പറയുകയാണ്. അതായത് ഒരു സ്റ്റാൻലി ജോസ് ഒരാളുടെ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടാക്കിയിട്ടുള്ളത്, അയാളൊരു പ്ലാന്ററാണ്, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, പ്ലാന്ററാണ്, അയാളുടെ വീട്ടിലാണ് ജോലി എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കേണ്ടത്, നിങ്ങളുടെ അമ്മ വന്നില്ലേ, എന്താണ് ഇവിടുത്തെ അമ്മയുടെ സ്വഭാവം എന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പറയും, വൈജയന്തി പഴയ വൈജയന്തി തന്നെ, അതിലിപ്പോൾ എന്താ മാറ്റം, അമ്മ പഴയ അമ്മ തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അപ്പോൾ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം വന്നില്ലല്ലേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മളെ വൈജ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞ് വൈജയുടെ പഴയ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇതുപോലെ ഞാനും നിന്നോട് ചോദിക്കണ്ടേ, നീ എവിടെയൊക്കെയായിരുന്നു, എവിടെയൊക്കെ കറങ്ങി, എന്തൊക്കെ പോയി എന്ന്. അപ്പോൾ വൈജ പറയും, അത് ശരി, നിങ്ങളെപ്പോലെയാണോ ഞാൻ എവിടെ പോയതെന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ എവിടെ പോയതെന്ന് നിങ്ങൾക്കറിയില്ലേ,
വേണ്ട, ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവും എന്നോട് പറയണം എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്ക് സൗകര്യമില്ല പറയാൻ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല, അതുതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. വേണ്ടാത്ത പരിപാടികൾ വൃത്തികേടൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് വൈജ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കും, അതൊക്കെ രഹസ്യങ്ങളും കള്ളത്തരങ്ങളൊക്കെ ഉള്ളത് ആർക്കാന്നൊക്കെ എനിക്കറിയാം. ഒന്ന് അവനവനോട് ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് ബാലചന്ദ്രൻ മറുപടി പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോളും ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, അമ്മ ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മക്കളേനെ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അതിനുശേഷം ഞങ്ങളിവിടെ എങ്ങനെ ജീവിച്ചു എങ്ങനെ കഴിഞ്ഞു അമ്മ അന്വേഷിച്ചോ? അമ്മ പോയ സമയത്ത് ഞങ്ങൾ പല സ്ഥലത്തും പോയി, അന്നൊന്നും അമ്മ ചോദിച്ചില്ലല്ലോ, പിന്നെന്താ അച്ഛനോട് മാത്രം ഇങ്ങനെ ഒരു ചോദ്യം? അതുപോലെ തന്നെ അമ്മയോടും ഞങ്ങളാരും ചോദിച്ചില്ല. പിന്നെ അന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി അമ്മ ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇതുണ്ടായിട്ടെങ്കിൽ അമ്മ ഒന്ന് പഠിക്കണ്ടേ? അതും അമ്മ പഠിച്ചില്ല. പിന്നെ അമ്മ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മേനെ ഗേറ്റ് കടന്നിങ്ങോട്ട് വരാൻ പോലും സമ്മതിക്കില്ല. ഇത് അച്ഛനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കൃഷ്ണ നല്ല ഫയർ ചെയ്യാണ് വൈജേനെ. അപ്പോൾ വൈജയ്ക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ ബാലചന്ദ്രനും ദേഷ്യപ്പെട്ടിട്ട് മുകളിലോട്ട് പോകും, കൃഷ്ണയും പോകും. അപ്പോൾ ബബിതയും വൈജയും മാത്രമേ ഉണ്ടാവുള്ളൂ. ബബിത വന്നിട്ട് പറയും, എന്താണ് അമ്മ, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ് ബബിതയും പോകുമ്പോൾ വൈജ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ അലീന ഫോണൊക്കെ എടുത്തിട്ട് രേവതിക്കുട്ടീനെ ഫോൺ ചെയ്യാണ്. അപ്പോൾ രേവതിക്കുട്ടീനെ ഫോൺ ചെയ്യുമ്പോൾ രേവതിക്കുട്ടി പിണക്കത്തിലാണ്. ചേച്ചി എന്താണ് എന്നോടൊരു വാക്ക് പോലും പറയാതെ ചേച്ചി പോയി കളഞ്ഞില്ലേ, ഞാൻ പിണക്കാണെന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയും, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്, നീ എന്തായാലും ഞെട്ടും. അപ്പോൾ രേവതിക്കുട്ടി പറയും, പിന്നെ ഞെട്ടാതിന് മാത്രം എന്താ ഉള്ളത്, അവിടുത്തെ ആളെന്താ ചെയ്യുന്നത് ചേച്ചി, ഇവിടെ എന്ത് ജോലിയാണ് ചേച്ചിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അലീന പറയും, ഞാനിവിടെ ഒരു പട്ടാളക്കാരൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ആഹാ അതെയോ, മാമച്ചനും പട്ടാളക്കാരൻ തന്നെയായിരുന്നല്ലോ, അവ നല്ല പട്ടാളച്ചിട്ടയൊക്കെ ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ അലീന രേവതിയോട് പറയുകയാണ്, നീ ഒന്ന് തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കാതിരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്ക്, നീ ശരിക്കും ഞെട്ടിപ്പോവും ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാലെന്ന്. അപ്പോൾ രേവതി പറയും, എന്താണ് ഇത്ര ഇപ്പം ഞെട്ടാനുള്ളത് ചേച്ചി കാര്യം പറയാൻ. അപ്പോൾ രേവതിക്കുട്ടിയോട് അലീന പറയുകയാണ്, അച്ഛൻ എന്നെ കൊണ്ടാക്കിയത് എൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ വീട്ടിലേക്കാണ്. സ്റ്റാൻലി ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എന്നെ കൊണ്ടുവന്നാക്കിയതെന്ന്. അപ്പോൾ അത് കേട്ടതോടുകൂടി രേവതിക്കുട്ടി ശരിക്കും ഷോക്കാവും. രേവതിക്കുട്ടി പറയും, അയ്യോ എന്തൊക്കെയാണ് ചേച്ചി കേൾക്കുന്നത്, അപ്പോൾ ഇനി അവിടെ ആകെ പ്രശ്നമാവില്ലേ, ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട്, അദ്ദേഹം ചേച്ചിയെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അലീന പറയുകയാണ്, ഇവിടെ ഒരു പ്രത്യേകതരം ജീവിതമാണ്, എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഹലോ അലീന ഹൗ ആർ യു എന്ന് ചോദിച്ച് കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് തരാം, പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് വല്ലാത്തൊരു ഷോക്കായി. കാരണം എന്നെ കാണാൻ ഒരിക്കൽ അച്ഛൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞത് ഇത് അച്ഛൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്നാണ്. പിന്നെ ഇവിടെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഔതക്കുട്ടിച്ചായ അലീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് ചട്ടം കെട്ടി വരുന്നുണ്ട്. പക്ഷേ ഔതക്കുട്ടിച്ചായന് അലീനയെ കണ്ടതോടുകൂടി ഔതക്കുട്ടിച്ചായൻ്റെ ഭാര്യ അന്നമ്മയെ ഓർക്കുകയാണ് ഔതക്കുട്ടിച്ചായൻ. ഇത്രയുമാണ് ഇന്നത്തെയും നാളത്തേക്ക് എപ്പിസോഡിലെ പ്രധാന സീൻ. കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേയുടെ കഥയും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.